നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രയിലേക്ക് സ്വാഗതം. റോക്ക് പാർക്കിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായ മെഹ്റാൻഗഡ് കോട്ടയുടെ മുന്നിലാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. സൂര്യകൊട്ടാരം എന്നാണ് മെഹ്റാൻഗഡ് എന്ന വാക്കിനർത്ഥം. രജപുത്ര വംശത്തിലെ റാഥോഡ് ശാഖയിലെ അംഗവും മാർവാറിലെ 15ാമത്തെ റാഥോഡ് ഭരണാധികാരിയുമായ റാവു ജോധ 1459 നിർമ്മിച്ചതാണ് ഈ കോട്ട. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ജോധ്പൂർ നഗരം എന്നറിയപ്പെടുന്നത്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പാറക്കെട്ടിന് മുകളിലായിട്ടാണ് ഏകദേശം 410 അടിയോളം ഉയരമുള്ള ഈ കൂറ്റൻ കോട്ട പണിതിട്ടുള്ളത്. പ്രാദേശികമായി ലഭ്യമായ ചുവന്ന മണൽക്കല്ലുകളാണ് കോട്ട പണിയാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കോട്ടയ്ക്ക് സ്വാഭാവികമായ ഒരു ചുവപ്പ് കലർന്ന നിറം നൽകുന്നുണ്ട്. മണൽക്കല്ലുകളിൽ അതീവ സൂക്ഷ്മമായ കൊത്തുപണികൾ ചെയ്യാൻ എളുപ്പമായതിനാൽ തന്നെ കോട്ടയ്ക്കകത്തെ ചെറു കൊട്ടാരങ്ങളിൽ അതിമനോഹരമായ കൊത്തുപണികൾ നമുക്ക് കാണാം. കൂടാതെ മനോഹരമായ കൊത്തള സമാനമായ ജാലകങ്ങൾ, പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള വിശാലമായ മുറ്റങ്ങൾ, ചെറു കൊട്ടാരങ്ങൾ എന്നിങ്ങനെയെല്ലാം ഈ 1200 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കോട്ടയ്ക്കകത്ത് കാണാം. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഛത്രിയാണ്. തൂണുകളിൽ താങ്ങി നിൽക്കുന്ന ഈ മണ്ഡപം പണ്ട് വിശ്രമത്തിനോ അല്ലെങ്കിൽ സ്മാരകമായോ ഒക്കെ ആയിട്ടാണ് നിർമ്മിക്കപ്പെടാറുള്ളത്. മുന്നോട്ട് നടന്നാൽ അതിഭീമാകാരമായ മതിൽക്കെട്ടുകൾ കാണാം. ഇതിന് ചിലയിടങ്ങളിൽ 120 അടിയോളം ഉയരമുണ്ട്. യുദ്ധവിജയങ്ങളുടെ ഓർമ്മയ്ക്കായി പണിതിട്ടുള്ള ജയ്പോൾ, ഫത്തേപോൾ തുടങ്ങി 7 വലിയ കവാടങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റുമുണ്ട്. കോട്ടയ്ക്ക് അടുത്ത് തന്നെയുള്ള ഒരു കഫേയിൽ നിന്ന് ചൂട് സമോസയും കഴിച്ച് ഞങ്ങൾ വീണ്ടും കോട്ട വഴികളിലൂടെ മ്യൂസിയത്തിലേക്ക് നടന്നു. രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പല രൂപത്തിലും വലിപ്പത്തിലും ചിത്രപ്പണികളിലുമുള്ള പല്ലക്കുകളുടെയും അമ്പാരികളുടെയും ഒരു ശേഖരം കണ്ടു. ഇതിലേറ്റവും ആകർഷകമായത് ബഹാഡോൾ എന്ന സ്വർണ്ണ പല്ലക്കാണ്. 1730 മുഗളന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത ഈ പല്ലക്കിന്റെ സ്വർണ്ണ തിളക്കം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മങ്ങിയിട്ടില്ല.
യുദ്ധവീര്യത്തിന്റെ കഥ പറയുന്ന ആയുധശേഖരമാണ് ഈ കാണുന്നത്. റാവു ജോധയുടെ വാൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങൾ, കൂടാതെ പണ്ട് ഉപയോഗിച്ചിരുന്ന രാജവസ്ത്രങ്ങൾ, അപൂർവമായ പൂട്ടുകൾ, മിനിയേച്ചർ ചിത്രപ്പണികൾ എന്നിവയെല്ലാം കണ്ട് ഞങ്ങൾ നടന്നു. പോകുന്നത് കോട്ടയ്ക്കുള്ളിൽ തന്നെയുള്ള ആഡംബരപൂർണമായ ചെറു കൊട്ടാരങ്ങളിലേക്കാണ്. ആയിരക്കണക്കിന് ചെറു കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശീഷ് മഹൽ ഒരു വജ്രക്കൂട് പോലെ തിളങ്ങുന്നുണ്ട്. തൊട്ടടുത്ത് മുത്തുകൊണ്ട് തീർത്ത മോത്തി മഹലും കാണാം. രാജസിംഹാസനവും വർണ്ണാഭമായ ചില്ലുജാലകങ്ങളും അത്യന്തം മനോഹരമായിരുന്നു. മറ്റൊരു കൗതുകകരമായ ഒരിടമാണ് ഈ കാണുന്ന തൊട്ടിൽ മുറി. രാജകുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കായി സ്വർണത്തിലും വെള്ളിയിലും തീർത്ത തൊട്ടിലുകൾ. ഇതിൽ ചിലത് സ്വയം ആടുന്നവയായിരുന്നു. വൈദ്യുതി പോലും ഇല്ലാതിരുന്ന അക്കാലത്ത് മെക്കാനിക്കൽ രീതിയിൽ സ്വയം പ്രവർത്തിക്കുന്ന ഇത്തരം തൊട്ടിലുകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അവിടെ നിന്നും പുറത്തിറങ്ങി ഞങ്ങൾ എത്തിയത് സിംഗാർ ചൗക്കിയിലാണ്. ജോധ്പൂർ രാജാക്കന്മാരുടെ പട്ടാഭിഷേക ചടങ്ങുകൾ നടന്നിരുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുറ്റമാണിത്. ഇവിടെ കാണുന്ന മാർബിൾ സിംഹാസനം ഇന്നും പ്രൗഢിയോടെ നിലനിൽക്കുന്നുണ്ട്. സിംഗാർ ചൗക്കിയിൽ നിന്നും ഞങ്ങൾ പ്രവേശിച്ചത് കൊട്ടാരത്തിലെ അന്തപുരത്തിലേക്കാണ്. വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരിടമാണ് ഈ മുറ്റം. ശില്പചാരുതയാർന്ന കല്ലുകൊണ്ട് തീർത്ത കമാനങ്ങളും ജറോക്കുകളുമെല്ലാം ഈ മനോഹരമായ മുറ്റത്തിന്റെ മാറ്റ് കൂട്ടുന്നുണ്ട്. കോട്ടയുടെ കാവൽ ദൈവമായ ചാമുണ്ഡി മാതായുടെ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾക്ക് അവസാനമായി പോകേണ്ടത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കുറച്ച് കൂറ്റൻ ചെമ്പുപാത്രങ്ങൾ ഞങ്ങൾ കണ്ടു. യുദ്ധകാലത്ത് ആയിരക്കണക്കിനു പേർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നവയാണിവ. കോട്ടയുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ പീരങ്കികൾക്കരികിൽ നിന്നാൽ താഴെ നീല പട്ട് വിരിച്ചതുപോലെ ജോധ്പൂർ നഗരം കാണാം.
ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വൈവിധ്യമാർന്ന രാജസ്ഥാനി തലപ്പാവുകളുടെ ശേഖരവും കണ്ട് ഞങ്ങൾ കോട്ടയിൽ നിന്നും ഇറങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള രാജകീയ പ്രൗഢിയും രജപുത്ര വംശരുടെ പോരാട്ട വീര്യവും ഒളിഞ്ഞിരിക്കുന്ന ഒരു വിസ്മയ കോട്ട, മെഹ്റാൻഗഡ് ഫോർട്ട്. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ജോധ്പൂരിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ജസ്വന്ത് താടയാണ്. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്ര തുടരുകയാണ്.